അല്ലാഹുവിനോടുള്ള സന്തോഷം കാരണം ഇബാദത്തുകളിൽ മുഴുകുക എന്നത് ഒരു ഈമാനുള്ള ചെറുപ്പക്കാരന്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ശബാബക ഖബ്ല ഹറമിക, നീ വാർദ്ധക്യം വരുന്നതിന് മുൻപ് നിന്റെ യുവത്വം നന്നായി ചെലവഴിക്കണേ. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വസിഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുൻപ്, നിന്റെ കാലിന് വേദന വരുന്നതിന് മുൻപ് നിന്നു നിസ്കരിക്കണം. കണ്ണിന് കാഴ്ച കുറയുന്നതിന് മുമ്പ് ഖുർആൻ ഓതണം. അതേ, നിനക്ക് റാലി നടത്താൻ പ്രയാസമില്ലാത്ത കാലം നീ സംഘടനയ്ക്ക് വേണ്ടി റാലി നടത്തണം. നീ മതിലിൽ കയറിയിട്ട് ചുമരെഴുതണം. നീ പോസ്റ്റിൽ കയറിയിട്ട് കുടികെട്ടണം. ഇങ്ങനെ നിന്റെ ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നീ നന്നായി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സമയം ചെലവഴിക്കണേ. വസിഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുൻപ്, കണ്ണിന്റെ കാഴ്ച കുറയുന്നതിന് മുൻപ്, പേശികൾക്ക് വേദന വരുന്നതിന് മുൻപ്, നിന്റെ ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള സമയത്ത് നീ അല്ലാഹുവിനെ ആരാധിക്കണേ. വഗിനാക ഖബ്ല ഫഖരിക, അല്ലാഹു തആല നിനക്ക് തന്ന സമ്പത്തില്ലേ, ആ സമ്പത്ത് എപ്പോഴാണ് കുറയുക എന്ന് നമുക്കറിയില്ലല്ലോ. എത്ര വലിയ വലിയ പണക്കാരാണ് ഇപ്പോൾ പ്രയാസപ്പെടുന്നത്. പ്രവാസ ലോകത്ത് നമ്മളെ പ്രിയപ്പെട്ട ജേഷ്ഠാനുജ സഹോദരങ്ങൾ, നമ്മളെ പ്രിയപ്പെട്ട എത്രയോ പേരാണ് അവിടെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത്. അല്ലാ, നീ ഫത്ഹു നൽകണേ റബ്ബേ, സലാമത്ത് നൽകണേ അല്ലാ. എത്രയോ വലിയ വലിയ അതിസമ്പന്നരായ ആളുകൾ അവരെ കടകൾക്ക് വാടക കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെട്ട് ഫോൺ വിളിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ സമ്പത്ത് എല്ലാ കടങ്ങളും വീടിയിട്ട് സ്വതക്ക കൊടുക്കാമെന്നല്ല, നിന്റെ വീടിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് സ്വതക്ക കൊടുക്കാമെന്നല്ല, നിന്റെ മക്കളെ കെട്ടിച്ചിട്ട് ഉംറക്ക് പോകാമെന്നല്ല, നിന്റെ വീടിന്റെ 2ാം നില പണി കഴിപ്പിച്ചിട്ട് ഉംറക്കും ഹജ്ജിനും പോകാമെന്നല്ല. നിനക്ക് അല്ലാഹു തആല ഇപ്പോൾ തന്ന സമ്പത്ത് അതിന് പര്യാപ്തമാണെങ്കിൽ നീ സ്വതക്ക കൊടുത്തോളണം, നീ സകാത്ത് കൊടുത്തോളണം, നീ ഉംറക്ക് പോയിക്കോളണം, നീ ഹജ്ജിന് പോവേണ്ടവനാണെങ്കിൽ ഹജ്ജിന് പോയിക്കോളണം, നിന്നിലേക്ക് വരുന്ന പാവപ്പെട്ടവനെ നീ സ്വീകരിച്ചോളണം. വഗിനാക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം വന്നു ഭവിക്കുന്നതിന് മുൻപ് നിന്റെ ഉള്ളത് കൊണ്ട് നീ പാവങ്ങളെ സഹായിക്കണം, പള്ളിക്ക് വേണ്ടി സഹായിക്കണം, മദ്രസയ്ക്ക് വേണ്ടി സഹായിക്കണം. അങ്ങനെ നീ നൽകുന്നതും നിന്റെ ബാധ്യതയാണ്. വഫറാഅക ഖബ്ല ശുഗ്ലിക, ഇപ്പം നമുക്ക് ചെറുപ്പക്കാരെ ഒഴിവിന്റെ സമയമുണ്ടാവാം. വെക്കേഷൻ സമയമെന്നാൽ സ്കൂളില്ലാത്ത സമയമല്ലേ, മദ്രസയില്ലാത്ത സമയമല്ലേ, കോളേജുകൾക്ക് അവധിയുള്ള സമയമല്ലേ. ആ സമയം നമുക്ക് വെറുതെ കളയാനുള്ളതല്ല. കാരണം അതും നമ്മുടെ ആയുസ്സിന്റെ ഭാഗമാണ്. നമുക്ക് പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കാൻ കഴിയണം. ചോദിക്കട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നതായി കാണാം, അവന് ദുനിയാവിന്റെ എല്ലാ വിഷയങ്ങളും അവനറിയാം. ഇന്ന് ഏത് രാജ്യം ക്രിക്കറ്റിൽ ജയിച്ചു എന്ന് ചോദിച്ചാൽ അവനറിയാം. ഫുട്ബോളിൽ ആരാണ് മുൻപന്തിയിലെന്ന് ചോദിച്ചാൽ അവനറിയാം. കേരളത്തിൽ ഇലക്ഷനിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവനറിയാം. കർണാടകയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ചോദിച്ചാൽ അവനറിയാം. അങ്ങനെ ഏത് IPL അവനറിയാം, ICL-നെ കുറിച്ച് അവനറിയാം, ഏതെല്ലാം ഫിഫ വേൾഡ് കപ്പുകളെ കുറിച്ച് അവനറിയാം. പക്ഷേ അവൻ എല്ലാ ദിവസവും നിർവഹിക്കുന്ന 5 വക്ത് നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചാൽ അവൻ അറിയൂല.
സുബ്ഹാനല്ലാഹ്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ കാണാറുണ്ട്. എത്രയോ രോഗികളെ പലപ്പോഴും പലയിടങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സുബ്ഹാനല്ലാഹ്, കാലിന് മുറിവറ്റിയ കാലിലല്ലേ തയമ്മും ചെയ്യേണ്ടത് എന്ന് ചോദിച്ച നല്ല നിസ്കാരക്കാരെ എനിക്കറിയാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മസ്അലകളിലേക്കൊന്നും പോവുകയല്ല. പക്ഷേ നമ്മൾ പഠിക്കണം, ഒരു യാത്രക്കാരൻ എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത്, ഒരു യാത്രക്കാരൻ എങ്ങനെയാണ് ഫർള് നിസ്കരിക്കേണ്ടത്, അവൻ ഏതൊക്കെ നിസ്കാരങ്ങളാണ് മടക്കി നിസ്കരിക്കേണ്ടത്, ഏതൊക്കെയാണ് ജമ്മും കസ്റുമാക്കേണ്ടത്, ഇങ്ങനെ നമുക്കറിയാത്ത എത്രയോ മസ്അലകളില്ലേ. ഒരു ഫാത്തിഹ പോലും തെറ്റുകൂടാതെ ഓതാൻ അറിയാത്തവരില്ലേ. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആലിമും ബിദ്ദുനിയാ, അവൻ ദുനിയാവിന്റെ വിഷയത്തിൽ വല്ലാത്ത ആലിമാണ്. അവന് പ്രവചന പ്രതീതയുള്ള ബുദ്ധിയുള്ളവനാണ്. എല്ലാം പ്രവചിക്കാൻ കഴിവുള്ള ജ്ഞാനമുള്ളവനാണ്. പക്ഷേ ജാഹിലും ബില്ലാഖിറ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവൻ ആഖിറത്തിന്റെ വിഷയം ചോദിച്ചാൽ അവൻ പടുജാഹിലാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ വെക്കേഷൻ സമയത്ത് എത്രയോ വലിയ വലിയ ആലിമീങ്ങളുള്ള നാടാണിത്. എത്രയോ നല്ല ഏറ്റവും നല്ല സന്നദ്ധരായ, എന്തും പറഞ്ഞു തരാൻ സന്നിദ്ധരായ ഒരുപാട് ഉസ്താദുമാരുള്ള നാടാണിത്. ആ നാട്ടിലെ ഉസ്താദുമാരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. തെറ്റുകൂടാതെ വുളൂ ചെയ്യാൻ പഠിക്കണം. അഭിമാനത്തോടെ പറയാൻ കഴിയണം, എന്റെ കഴിഞ്ഞ കാലത്തെ വെക്കേഷൻ ഞാൻ നിസ്കാരം പഠിച്ചിട്ടുണ്ട്, ഞാൻ വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ തയമ്മും ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ജമ്മും കസ്റിന്റെയും മസ്അല പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ഈ ഒഴിവ് സമയത്തെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിന്റെ ഒഴിവ് സമയമുണ്ടല്ലോ, നിനക്ക് ശുഗലാകുന്നതിന് മുൻപ് നീ കല്യാണം കഴിച്ചാൽ പഴയതുപോലെ നിന്നെ കൊണ്ടാകൂല. നീ സംഘടനയിൽ ചെറുപ്പക്കാരൻ യുവത്വത്തിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് പോലെ വിവാഹം കഴിഞ്ഞാൽ നിനക്ക് ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയൂല. നിന്റെ വീട്ടിൽ നിന്നും ഭാര്യയുടെ കോള് വരും, നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിക്ക് ഒറ്റയ്ക്കു നിൽക്കാൻ കഴിയില്ലെന്ന് സംഘാതം വരും, നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അവരെ പരിചരിക്കേണ്ടി വരും, നിനക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരും, രാത്രി ക്യാമ്പുകളിൽ നിന്ന് വീട്ടിലേക്ക് വരേണ്ടി വരും. അങ്ങനെ ശുഗലാകുന്നതിന് മുൻപ്, നീ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോകുന്നതിന് മുൻപ് നീ നന്നായി സംഘടനയിൽ പ്രവർത്തിക്കണം. നിന്റെ ഇബാദത്തുകളിൽ മുഴുകണം. ഈ നേർച്ചയിൽ നിന്റെ മുഴു സാന്നിധ്യം ഉണ്ടാകണം. കാരണം എല്ലാ പ്രായത്തിലും ഇതുപോലെ നിന്നെ കൊണ്ടാകൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖബല ശുഗ്ലിക, തിരക്കാകുന്നതിന് മുൻപ് നീ നിന്റെ സമയത്ത് അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കണേ. വഹയാതിക ഖബല മൗതിക, ഇപ്പം നിനക്ക് ജീവനുണ്ടല്ലോ, ആ ജീവനുള്ള സമയത്ത് മരിക്കുന്നതിന് മുമ്പ് ജീവിതകാലത്ത് നീ നന്നായി ഉപയോഗപ്പെടുത്തണം. എപ്പോഴും നീ ആലോചിക്കണം, അല്ലാ ഞാൻ ഇന്ന് എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പുസ്തകം കയ്യിൽ പിടിച്ചിട്ടാ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു പേന കയ്യിൽ പിടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇന്നത്തെ ക്ലാസ്മേറ്റും കമ്പനിയൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. അന്ന് കാലത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനയും പുസ്തകവും ഏതോ അത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. രേഖപ്പെടുത്തിയിട്ട് വൈകുന്നേരം
വൈകുന്നേരം വീട്ടിലെത്തുമ്പോ ആ പുസ്തകം ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, അതിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റു കണ്ടാൽ ഉമർ റളിയല്ലാഹു അൻഹു തെറ്റു ചെയ്യില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ തെറ്റാണെന്ന് തോന്നിപ്പോകുന്ന വല്ല പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പുസ്തകത്തിൽ കണ്ടാൽ തന്റെ വീട്ടിൽ എടുത്തു വെച്ചിട്ടുള്ള മഹാനവറുകളുടെ ചൂരലുണ്ട്, ഒരു ചാട്ടവാറുണ്ട്. ആ ചാട്ടവാറ് കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മുതുകിലേക്ക് ഇങ്ങനെ ആഞ്ഞടിക്കുകയാണ്. അഫഅൽത ഹാദാ യാ ഉമർ, യോ ഉമറേ, ഇത് നീ ചെയ്തതാണോടാ എന്ന് ചോദിച്ചു സ്വന്തം ശരീരത്തെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശിക്ഷിക്കുകയാണ്. ആര്? സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്.